ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ അത് ഏറ്റവും ഊർജിതമായ രീതിയിൽ തന്നെ നടക്കുന്നു. സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്നലെ റേഡാറിലൂടെ 3 സിഗ്നലുകളാണ് കണ്ടെത്തിയിരുന്നത്. അതിൽ പിന്നീട് കണ്ട ഒരു സിഗ്നൽ ലോഹ സാന്നിധ്യമുള്ള തരത്തിലേക്ക് എന്നൊരു സൂചനയൊക്കെ നൽകിയിരുന്നു. അപ്പോൾ ആ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതാണ് നിലവിൽ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്ന് മണ്ണ് ഏറെക്കുറെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനിടെ പലതവണ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഈ മഴയെല്ലാം രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ്. എങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാതെ അവിടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി അത് തുടരുകയാണ്. ഇപ്പോൾ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നതിലൊരു ചെറിയ ആശങ്ക നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മൺകൂന പുഴയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ലോറി ഒലിച്ചു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറ്റുന്നില്ല. മാക്സിമം വണ്ടി ഇങ്ങനെ നിർത്താതെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ മിഷനറീസ് അല്പം കുറവാണ്. കുറച്ചും കൂടെ വിട്ടുതരാൻ വേണ്ടി കുറച്ചാണെന്ന് എനിക്ക് അറിയത്തില്ല. അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ കുറ്റം പറയുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അത് തുടങ്ങാനുള്ള നോക്കുന്നത്. ഇപ്പം ജോയിന്റ് ആയിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യൻ ആർമിയിൽ മണ്ണ് മാറ്റുന്നതിന് തന്നെയാണോ ആദ്യം മണ്ണ് തന്നെ. മണ്ണിന് ഇപ്പൊ എന്താ, ഞാൻ എൻ്റെ NDRF ഓഫീസറായിട്ട് ഒരു വെഹിക്കിൾ പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് റിവറിൽ പോയായിരുന്നു. ഞങ്ങൾ ബോട്ടിൽ റിവറിൽ പോയപ്പോഴത്തേക്ക് അതൊരു വുഡൻ പാർട്ടാണ്, വുഡാണത്. അപ്പോൾ ഈ നദിയിൽ നടക്കുന്നത് ഒരു ക്ലീൻ ആൻഡ് ഡീപ് സെർച്ച് തന്നെ. നേവി ഡൈവേഴ്സ് ഇന്നുണ്ട്, സോണാർ ഉപയോഗിച്ചുള്ള എല്ലാ തെരച്ചിലും നടക്കുന്നുണ്ട്. NDRFന്റെ ബോട്ട്സ് ഉണ്ട്. ഒരു ട്രേസ് ഇതുവരെ അതിനകത്ത് ട്രക്കിനെ കിട്ടിയിട്ടില്ല. മെയിൻലി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു ലാൻഡ് പോർഷനിൽ തന്നെ. ലാൻഡ് പോർഷൻ എന്തുകൊണ്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൊബൈൽ 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അവിടുന്ന് ഈ ട്രക്ക് കൊളാപ്സ് ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചില്ല് പൊട്ടിയിരിക്കും. ആ ചില്ല് പൊട്ടിയോടെ തന്നെ വെള്ളം മട്ടും കയറി ഒരിക്കലും മറക്കാത്തില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം, ഈ മണ്ണിൽ ഈ വെള്ളത്തിൽ നിൽക്കത്തില്ല അത്. അപ്പം ഈ ലാൻഡ് ഏരിയ തന്നെയാണ് ഈ ലാൻഡ്, അതായത് ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലാൻഡ് ഏരിയ തന്നെയാണ് ഈ ട്രക്ക് കിടക്കുന്നത്. ഈ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ മാത്രമേ കുറച്ച് മാറ്റും. പിന്നെ ഹെവിയായിട്ട് ബോർഡർ നല്ല ഈ മുക്കാൻ വരാത്ത പാറ കിടക്കുന്നത്. അപ്പോൾ അതെങ്ങനെ മൂവ് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ്. സാറ് വന്ന് അവരെ ഗ്രൂപ്പായിട്ട് അവർ സാധാ പരിചയം ഉത്തരക്കട്ടുകാരൻ തന്നെയാണ് സാറിൻ്റെ പരിചയമൊക്കെ. അപ്പോൾ സാറ് അവിടെ ചേർന്നും ഓഫീസാണ്. രഞ്ജിത്ത് ഇസ്രയേൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് മണ്ണ് മാറ്റിയുള്ള പരിശോധന അതിന് തന്നെയാണ് നിലവിൽ ഒരു മേൽക്കൈ ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പരിശോധനയ്ക്ക് തന്നെയാണ് മുൻഗണന നൽകുന്നത് എന്ന് പറയുന്നു. നദിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്, പക്ഷേ അത് ആ തരത്തിലേക്കല്ല. ഇപ്പോഴും പ്രതീക്ഷയുള്ളത് അവിടെ തന്നെ ആ മണ്ണിനിടയിൽ തന്നെ ലോറിയുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. പുഴയിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ലാൻഡിൽ തന്നെയുണ്ട് ലോറി എന്ന പ്രതീക്ഷ, ഉറച്ച പ്രതീക്ഷയാണ് രഞ്ജിത്ത് ഇസ്രയേൽ എന്ന രക്ഷാപ്രവർത്തകൻ ഇപ്പോൾ നമ്മളുമായി പങ്കുവച്ചത്. ആ തരത്തിലേക്കുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട് എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുമ്പോൾ നമുക്കും അതിൽ പ്രതീക്ഷയുണ്ട്. അദ്ദേഹം തുടരുകയാണ്. പവർഫുൾ റഡാർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പവർഫുൾ റഡാറാണ് കുറച്ചും കിട്ടിയത്. കാരണം ഒരു ഹൈ പെനിട്രേറ്റിംഗ് റഡാർ വേണം. GPR ഈ വെറ്റ് ക്ലൈമറ്റിൽ തന്നെ പിടിക്കുന്ന അത്ര നല്ല റഡാർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് മെറ്റൽ ബോഡി കുറച്ചും കൂടെ 100% ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഒരു തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇല്ല, ഇപ്പം നമ്മൾ ചെയ്യുന്ന NDRF ചെയ്യുന്ന ആ ഒരു സെർച്ചാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. നിലവിൽ വേറെ ഒരു സെർച്ച് ചെയ്തിട്ടില്ല. മന്ത്രിമാരൊക്കെ വന്നല്ലോ, അവർ എന്താ ഇവിടുത്തെ ആ സമയത്ത് ഞങ്ങൾ അപ്പുറം ട്രെയിനിങ് പൊസിഷൻ വർക്ക് ആ സമയത്ത് 1 മണിക്കൂർ വർക്ക് സ്റ്റോപ്പായി. NDRFുമായി ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് എന്നാണ് രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നത്. അത് മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ അത് ആ തരത്തിലേക്ക് തന്നെയാണ് നടക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പുഴയിൽ നടക്കുന്നതല്ല, കാരണം പുഴയിലേക്ക് വീണിട്ടില്ല എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു രഞ്ജിത്ത് ഇസ്രയേൽ. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ച സവാദ് അർജുൻ്റെ സുഹൃത്താണ്. അദ്ദേഹവും ഒരു ലോറി ഡ്രൈവറാണ്. അദ്ദേഹവും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കല്ലുകളാണ് ഹിറ്റാച്ചിക്കുള്ളിൽ അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകൾ അതിനകത്തുണ്ട്. CM-ഉം മന്ത്രിമാരൊക്കെ വന്നല്ലോ. ഇപ്പം നമ്മൾ ചെയ്യുന്ന NDRF ചെയ്യുന്ന ആ ഒരു സെർച്ചാണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യുന്നത്. നിലവിൽ വേറെ ഒരു സെർച്ച്. CM-ഉം മന്ത്രിമാരൊക്കെ വന്നല്ലോ, അവരെന്താ ഇവിടുത്തെ സ്ഥിതിഗതി വിലയിരുത്തിയത്? അപ്പുറം ആ സ്ലൈഡിംഗ് പൊസിഷനിൽ നിൽക്കുമായിരുന്നു. അവിടെ ആ സമയത്ത് നമ്മൾ ആ സമയത്ത് 1 മണിക്കൂർ വർക്ക് സ്റ്റോപ്പായി. അപ്പം നമ്മൾ പിന്നീട് ഹെവി മഴ അടുത്തപ്പോഴേക്ക് പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയതാണ്. റെസ്ക്യൂ ഓപ്പറേഷൻ സംബന്ധിച്ച് അവരെ വിലയിരുത്തൽ എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞില്ല, ഒരു വേറെ അതിൻ്റെ അകത്ത് ഒന്നും പറയുന്നില്ല. ഞാൻ ഫാസ്റ്റ് എന്താ പറയുന്നത്, ഈ ട്രക്ക് എത്ര പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പം പോസിബിലിറ്റി എല്ലാം ഉള്ളത്.
ഈ ഒരു ലാൻഡ് ഏരിയ തന്നെ കിടപ്പുണ്ട്, വെള്ളത്തിൽ പോകാത്ത ഒരു ലാൻഡ് ഏരിയ തന്നെ കരഭാഗത്ത് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ട്രക്കൊന്ന് സ്പോട്ട് ഔട്ട് ചെയ്താൽ നമുക്ക് അർജുന് അതിൽ നിന്ന് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. മണ്ണിന് ഈ കിടക്കുന്ന മണ്ണിനടിയിൽ ഉള്ളിലാണെന്ന് വെച്ചാൽ ഹെവി, ഞാൻ പറഞ്ഞല്ലേ വലിയ കല്ലുകളാണ്. വലിയ ഹിറ്റാച്ചിക്കുള്ളിൽ അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള കല്ലുകൾ അതിനകത്തുണ്ട്. ആ റോഡ് ബോട്ടം ലെവൽ വരെ ഹിറ്റാച്ചിയുടെ കൈ കൊണ്ട് നമ്മളവിടെ നിന്ന് നിർദ്ദേശം കൊടുത്ത് അവിടെ തപ്പി എടുക്കുന്നുണ്ട്. എന്തായാലും മെറ്റൽ സാധ്യത ഉണ്ടെങ്കിൽ ഹിറ്റാച്ചി അടുത്ത് ആ സ്പേസിലേക്ക് ഇറങ്ങി തന്നെ അത് മെറ്റലാണ് റോക്കാണെന്ന് ഞങ്ങൾ കാണിക്കും. ഓരോ ബക്കറ്റ് കോരുമ്പോഴത്തോളം വളരെയധികം ഈഗറായിട്ടാണ് നിൽക്കുന്നത്. ഒരു കഴിക്കാതെ വെള്ളം കുടിക്കാതെ അതിൻ്റെ കൂടെ തന്നെ രാവിലെ തൊട്ട് ഇതുവരെ നിൽക്കുകയാണ്. നിരപ്പിൽ തന്നെ മണ്ണ് അങ്ങനെ അതാണ് ഞാൻ ടാറിട്ട റോഡിൽ ആ നിരപ്പിൽ തന്നെ മാക്സിമം ബോട്ടം ലെവലിൽ തന്നെ ഒരു ഡീപ്പ് ആൻഡ് ക്ലീൻ സെർച്ച് ഉദ്ദേശിച്ചത് അതാണ്. വെറുതെ മോളിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയല്ല. എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അടിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു വെഹിക്കിൾ പാർട്സ് കിട്ടിയാലും മതി. നമ്മളവിടെ ബാക്കി നമ്മൾ അത് കവർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നീങ്ങാൻ റോഡ് നിരപ്പ് ഈ കിടക്കുന്ന ഡെബ്രിസ് എല്ലാം തന്നെ മൂവ് ചെയ്യണം. ആ ഹെവി ബോർഡേഴ്സ് എല്ലാം മൂവ് ചെയ്യണം. കാരണം അത്രയും വലിയ സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് എന്തൊരു ഊഹാപ്പോവും കഴിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ആർമി വന്നു, നമ്മളത് ജോയിൻ്റ് ആയിട്ട് തീരുമാനം. ഇപ്പോൾ സാറായിട്ട് കുറേ സംസാരിച്ചു. ഇപ്പോൾ നമ്മളെല്ലാം ഐഡിയ സാറ് എല്ലാം കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരുമിച്ചാണ് അത് മുന്നോട്ട് നീങ്ങുന്നത്. NDRF ഓഫീസാണ് പുള്ളി നല്ല ആദ്യം സാറ് വളരെ സപ്പോർട്ടീവായിട്ടുണ്ട്. ഈ പുഴയിലുണ്ടെങ്കിൽ ഈ മൊബൈലിൽ ഒരിക്കലും വർക്കാവത്തില്ല. ഒരിക്കലും 2 ദിവസം റിങ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ സ്ഥിരീകരിച്ച കാര്യമാണ്. ഒരിക്കലും അത് റിങ്ങാവാൻ വഴിയത്തില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നേവി സോണാർ ഉപയോഗിച്ച് കാര്യങ്ങൾ സെർച്ച് നടക്കുന്നുണ്ട്. ഇന്ത്യൻ നേവി സോണാർ ഉപയോഗിച്ച് സെർച്ച് നടക്കുന്നുണ്ട്. ഈ സെർച്ച് മാത്രം NDRFിൻ്റെ ബോട്ട്സും ഡെയിലി ഇന്നും ഞങ്ങൾ ഇതിനിടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോഴത്തേക്ക് ആ പുഴയിൽ പോയി അതും ബോട്ട് വെച്ച് സെർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പം 2 തരത്തിലുള്ള സെർച്ച് അല്ല, പുഴയിൽ സെർച്ച് നേവി നടത്തുന്നുണ്ട്. എന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്, പരമാവധി അളവിൽ മണ്ണ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ലോറി ഇതിനടിയിൽ എവിടെ അങ്ങനെ ഒരു സാധ്യത കൂടെ അവർ പരിശോധിക്കുന്നുണ്ടല്ലേ? സാധ്യതയല്ല. നേവി ഡൈവേഴ്സ് ഉണ്ട്, നേവി ബോട്ട്സ് ഉണ്ട്, NDRFിന് ഡൈവേഴ്സ് ഉണ്ട്. അവർ ചെയ്യുന്ന റിവർ അവർ ഡെയിലി ചെക്ക് ചെയ്യാണ്. ഡെയിലി ഇടയ്ക്ക് ഓരോ മണിക്കൂർ ഇടവിട്ട് അവർ ചെക്ക് ചെയ്യാണ്. അവർ ഇത് ഞങ്ങൾ ചെയ്യുന്നത് ലാൻഡാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആർമി വന്നെങ്കിൽ അവർ ലാൻഡാണ് എടുക്കുന്നത്. ലാൻഡ് ഞങ്ങളിപ്പോൾ NDRF സംഘമായിട്ട് ലാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ലാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പാർക്ക് ചെയ്യുന്ന ആ ഏരിയയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അല്ല, നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ ഫ്രണ്ട് നീക്കിക്കുമ്പോൾ നമ്മൾ അകത്തൊരു ഹിറ്റാച്ചി ഇട്ടിട്ട് ആ ഒരു സ്പോട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് നമ്മൾ സ്കാറ്റർ ചെയ്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വെഹിക്കിളിൻ്റെ എന്തെങ്കിലും പാർട്ട് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ മാത്രം സർക്കിൾ ചെയ്ത് നമുക്ക് തപ്പിയാൽ മതിയല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ ഈ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പകുതിയോളം തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അവർ അടിത്തട്ടിലെ മണ്ണ് എടുക്കുന്നുണ്ട്. എന്നിട്ടും നമുക്ക് അങ്ങനെ ഒരു മണ്ണ് ഇപ്പം ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾ നീക്കി കാണുന്നത്. അടിത്തട്ടിൽ അവിടെ നമ്മൾ അകത്തുനിന്ന് ഹിറ്റാച്ചി കയറ്റിയിട്ട് ജസ്റ്റ് മാറ്റിയാണ് നോക്കുന്നത്. ജസ്റ്റ് മാറ്റി കോരി നോക്കുകയാണ് എന്തെങ്കിലും പാട്ടുണ്ടോ. അതൊക്കെ വലിയൊരു വാഹനമാണ്. പക്ഷെ അതിനകത്ത് കിടക്കുന്ന റോക്ക് ഒരു മെറ്റൽ കണ്ടന്റ്, അതിൻ്റെ അകത്ത് കിടക്കുന്ന റോക്ക് എന്ന് പറഞ്ഞാൽ ക്യാബിനെ വരെ ഫുള്ള് തകർക്കാൻ പറ്റും. അതിനേക്കാളും ഈ 2 ഡബിൾ ക്യാബിനെ പോലും തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോക്സ് ഇപ്പോൾ സെഡിമെന്റ് അവിടെ കിടക്കുന്നത്. അത്ര വലിയ റോക്സാണ് കിടക്കുന്നത്. ഹ്യൂജ് സ്ട്രക്ചർ റോക്സാണ് കിടക്കുന്നത്. ഇത്രയും വലിയ നമ്മൾ സെഡിമെന്റ് മാറ്റിയപ്പോഴാണ് അത്ര ഹ്യൂജ് സ്ട്രക്ചർ റോക്സ് ഉണ്ടോ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ. ആ ഹ്യൂജ് സ്ട്രക്ചർ ഞാൻ പറഞ്ഞില്ല, ഹിറ്റാച്ചിൽ അതിൻ്റെ ഹെവി ഒരു ഹിറ്റാച്ചി വെച്ചിട്ട് അനക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ടെത്തിയ സിഗ്നൽ എത്രത്തോളം ഈ ലോറിയുടെ ഒരു കണ്ടന്റിനോട് ചേർന്ന് നിൽക്കുന്നതാണ്? അത് GPR ചെയ്യുന്നെങ്കിൽ അവിടെ കുറേ അധികം പോയിന്റ് കാണിച്ച് ആ സർക്കിളിൽ തന്നെ കുറേ GPR പിന്നെ റഡാറിൻ്റെ കുറേ പോയിന്റ്സ് കാണിച്ചു. ഒന്നെങ്കിൽ അത് GPR ചെയ്ത ആൾക്കാരും ഉണ്ടത് മെറ്റൽ, അല്ലെങ്കിൽ വലിയ ഹെവി സ്റ്റോണാണ് ഇത് കാണിക്കും. ഇത് അപ്പോൾ നമ്മൾ ഈ സർക്കിളിൽ വന്നപ്പോഴത്തേക്ക് GPR ആണെങ്കിൽ അത് മെറ്റൽ ആണെങ്കിൽ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയും ഗ്രൂപ്പ് ചെയ്ത് വന്നുകൊണ്ട് അവിടെ സെർച്ച് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ പോസിബിലിറ്റീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് അവിടെ സെർച്ച് ചെയ്യാണ്. ഇപ്പോഴും സെർച്ച് കണ്ടിന്യൂ ആണ്. ഈ ഏറ്റവും പ്രശ്നം വെച്ചാൽ പ്രതികൂല കാലാവസ്ഥയാണ്. സൈന്യം അടുത്ത് എന്തായിരിക്കും ചെയ്യുക? അടുത്ത അവരുടെ ഒരു പ്ലാൻ എന്താണ്? സൈന്യം ഇപ്പം നിലവിലൊന്നും എക്യുപ്മെന്റ് ഒന്നും കൊണ്ടുവന്നില്ലെന്നാണ് ഞാൻ എന്നോട് പറഞ്ഞത്. ഇപ്പം വേറെ എന്തെങ്കിലും മാൻ പവർ ഉണ്ട്, നമുക്ക് അതല്ല വേണ്ടി. ഇപ്പം അവരുടെ ഈ ഹൈ വിസിബിലിറ്റി റഡാർ സിസ്റ്റം ഉണ്ട് അവർക്ക്. അത് റഡാർ കയ്യിലുണ്ട്. അവർ സാറിന് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. നിലവിലിപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ആ റഡാർ ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈന്യത്തിൻ്റെ സാധനം ഉണ്ട്. എനിക്കത് എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് കിട്ടി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഈ സെർച്ച് എൻ്റെ ഈ ലാൻഡിൽ തന്നെ കിടക്കുന്നതാണ് ഈ ലാൻഡിൽ തന്നെ ഉണ്ടെന്നാണ് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നത്. അതാണ് NDRF ഓഫീസറും സൈന്യത്തിൽ ഉത്തരാഖണ്ഡുകാരൻ ഒരു മേജർ സാറാണ്. ഉത്തരാഖണ്ഡുകാരൻ സാറാണ്. അപ്പം അതെ സാറാണ്.
സാർ ഓൾറെഡി നമ്പർ തന്നു, എല്ലാം സാറ് പറഞ്ഞു, എല്ലാ സാറ് കൂടെ കോപ്പറേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ടീം ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. NDRF, ഇന്ത്യൻ ആർമി, ഞങ്ങൾ ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. മണ്ണിനടിയിൽ തന്നെ ഉണ്ട്. മണ്ണിനടി തന്നെയാണ് എല്ലാ സൈന്യം ഇപ്പം നിലവിലൊന്നും എക്യുപ്മെന്റ് കൊണ്ടുവന്നില്ലെന്നാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. ഇപ്പം വേറെ എന്തെങ്കിലും മാൻ പവർ ഉണ്ട്, നമുക്ക് അതല്ല വേണ്ടി ഇപ്പം അവരുടെ ഈ ഹൈ വിസിബിലിറ്റി റഡാർ സിസ്റ്റം ഉണ്ട് അവർക്ക്. അത് ഞാൻ റഡാർ സാറിന് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫാസ്റ്റ് ആസ് പോസിബിൾ ബാങ്കിലില്ല, നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. മണ്ണ് നീക്കാൻ പറ്റുന്നില്ല. മണ്ണ് നീക്കാൻ പറ്റാത്തതുകൊണ്ട് വളരെ നീക്കി അത്ര എടുക്കും തോറും വീണ്ടും ചെളി അത്ര അടിഞ്ഞടിഞ്ഞ് വരികയാണ്. മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഇടയ്ക്ക് കുറച്ച് മെഷീനറി കുറഞ്ഞ് ടിപ്പറിന്റെ വേഗത കുറഞ്ഞ് ഈ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ കാണുന്നതിന് അപ്പുറം ഈ നിങ്ങൾക്ക് കാണാം അവിടെ അങ്ങനെ മുകളിൽ നിന്നാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവൻ്റെ മുകളിൽ താഴോട്ട് ഇറങ്ങിയത്. അവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡീപ്പ് പാർക്കിംഗ് ഏരിയ എല്ലാം കുറച്ചുകൂടെ ഇതിന് അല്പം കൂടെ ക്ലിയർ ആക്കാനുണ്ട്. കുറേയൊക്കെ സെർച്ച് ചെയ്ത് നടന്നിട്ടുണ്ട് ആ പാർക്കിംഗ് ഏരിയ. ബാക്കി അങ്ങോട്ട് ഒരു ഉള്ളിലോട്ട് കയറി സെർച്ച് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ഏറ്റവും ശക്തമായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ചാണ് നടക്കുന്നത്. ഏറ്റവും മാക്സിമം എഫോർട്ട് നടക്കുന്നത്. മലയാളികൾ ഒരുപാട് പേർ കൂടും, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെച്ചാൽ മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടുകൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം കഴിക്കാതെയും ഈ മഴ നനഞ്ഞുകൊണ്ടും ഒക്കെ ഈ ഇത്രയും തണുപ്പും ഇരിക്കുന്ന കാലാവസ്ഥയിൽ വളരെയധികം ഒരു ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് നടക്കുന്നത്. ക്ലിയർ കൺട്രോൾ സെർച്ച് നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നമുക്ക് ട്രക്ക് ഐഡന്റിഫൈ ട്രക്ക് ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹെവി ബോൾഡർ വീണിട്ടുണ്ട്. ഹെവി ബോൾഡേഴ്സ് ഐഡന്റിഫൈ, അതായത് ട്രക്കിനെ തകർക്കുന്ന രീതിയിലുള്ള വലിയ മെഷീനറി കുറഞ്ഞ് ടിപ്പറിന്റെ വേഗത കുറഞ്ഞ് ഈ അപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഈ കാണുന്നതിന് അപ്പുറം ഇത് കാണാം അവിടെ അങ്ങനെ മുകളിൽ നിന്നാണ് ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് അവൻ്റെ മുകളിൽ താഴോട്ട് ഇറങ്ങിയത്. അവിടെ നിന്നാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡീപ്പ് പാർക്കിംഗ് ഏരിയ എല്ലാം കുറച്ചുകൂടെ അല്പം കൂടെ ക്ലിയർ ആക്കാനുണ്ട്. കുറേയൊക്കെ സെർച്ച് ചെയ്ത് നടന്നിട്ടുണ്ട് ആ പാർക്കിംഗ് ഏരിയ. ബാക്കി അങ്ങോട്ട് ഒരു ഉള്ളിലോട്ട് കയറി സെർച്ച് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാക്സിമം ഏറ്റവും ശക്തമായ ഒരു ഡീപ്പായിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ചാണ് നടക്കുന്നത്. ഏറ്റവും മാക്സിമം എഫോർട്ട് നടക്കുന്നത്. മലയാളികൾ ഒരുപാട് പേർ കൂടും, അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വെച്ചാൽ മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം കഴിക്കാതെയും NDRF സൈന്യം സംയുക്ത പരിശോധനയാണ് നിലവിൽ നടക്കുന്നത്. ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി തെരച്ചിലാണിപ്പോൾ നടക്കുന്നത് എന്നതാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന രക്ഷാപ്രവർത്തകൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഇത് വലിയ കല്ലുകൾ, ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറത്തേക്ക് വലിയ കല്ലുകൾ, വലിയ ഭാരമുള്ള കല്ലുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഹിറ്റാച്ചിക്ക് അനക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഭാരമുള്ള കല്ലുകൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കല്ലുകൾ ഒരുപക്ഷെ ഈ ട്രക്കിനെ തകർക്കാൻ പോകുന്ന തരത്തിലേക്ക് ഭാരമുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറച്ച് കൂടി ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ ട്രക്ക് എന്നുള്ളത് ഏതാണ്ട് 9 ടൺ ഭാരമുള്ള ട്രക്കാണ്. കൂടാതെ അതിൽ തടിക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 10-49 ടൺ അങ്ങനെ ആ തരത്തിലേക്ക് ആകെ ഭാരത്തിൽ കിടന്നിരുന്ന ഒരു ട്രക്കിനെ പോലും തകർക്കാൻ തരത്തിൽ വലിയ കല്ലുകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ദുഷ്കരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിൽ പോലും ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തുകൊണ്ട് സൈന്യവുമായി യോജിച്ചുകൊണ്ട് NDRFുമായി യോജിച്ചുകൊണ്ടുള്ള സംയുക്ത പരിശോധന എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഡീപ്പ് ആൻഡ് ക്ലീൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലേക്കുള്ള പരിശോധനയാണ് നടക്കുന്നതെന്നാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, ഇപ്പോൾ ഇത് നമുക്ക് ഇദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് വലിയ കല്ലുകൾ അതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഭാരമുള്ള കല്ലുകൾ, അത് ട്രക്കിനെയൊക്കെ തകർക്കാൻ പോകുന്ന കല്ലുകളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ കുറച്ച് ആശങ്ക നമുക്ക് തോന്നുന്നുണ്ട്. അരുൺ, അനുജ, തീർച്ചയായിട്ടും ഈ തെരച്ചിലിൽ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായും ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അത് NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും സംയുക്ത പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നദിയിലല്ല എന്നുള്ളൊരു പ്രതീക്ഷ അതും രഞ്ജിത്ത് ഇസ്രായേൽ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിന് മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ അത് പുഴയിലല്ല എന്നുള്ളതിന് തെളിവാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു പവർഫുള്ളായ റഡാർ വേണം, അത് സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള സന്നാഹങ്ങളുമായി അല്ല നിലവിൽ സൈന്യം അങ്ങോട്ടേക്ക് എത്തിയത്
എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഏറ്റവും ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സൈന്യത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇതിൽ മണ്ണിൻ്റെ അകത്ത് സ്കാറ്റർ ചെയ്തുകൊണ്ട് ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഭാഗം ലോറിയുടേത് ഉണ്ടെങ്കിൽ അതിലൂടെ അറിയാൻ കഴിയണം എന്ന് തന്നെ പറയുന്നു. ഒപ്പം അതിലൊരു സാങ്കേതിക വിദ്യ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് വേണം എന്നൊരാവശ്യം കൂടി അത് സൈന്യത്തോട് മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു.